ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു സോയാബീൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് സോയാബീൻ കഴുകിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുനുകുന അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ സോയാബീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ സ്ക്യൂസ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ മസാലയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയാബീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേവിച്ചതിന് ശേഷം നമ്മൾ സ്ക്യൂസ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ പോക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് സോയാബീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് മല്ലിയിലയും ഞാൻ ചേർക്കുന്നുണ്ട്. മല്ലിയില അല്ലാത്ത ഒരു പരിപാടി എനിക്കില്ല, എല്ലാത്തിലും ചേർക്കലുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ മസാലയൊക്കെ സോയാബീനിലേക്ക് ഒന്ന് പിടിക്കണമല്ലോ. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള സോയാബീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതൊരു കുരുമുളകിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവും, എന്നാലും അടിപൊളിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും, പത്തിരിൻ്റെ കൂടെയൊക്കെ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.